ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നലെ നമ്മുടെ വീട്ടിലുള്ള ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ട് മാറ്റിയ ഒരു വീഡിയോ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊരു ചെറിയ വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഈ കാണുന്ന റാക്കിൻ്റെ മുകളിലുള്ളത് ഇങ്ങനെ അതിൻ്റെ ഇതൊക്കെ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ അത് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരുന്നത് അത് ഇങ്ങനെ പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലിയർ ചെയ്തിട്ട് ഒട്ടിക്കാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സുജാതൻ്റെ ഈ വരുന്ന സെറ്റ് ഫുള്ള് ഞങ്ങൾക്ക് 999 രൂപക്ക് കിട്ടിയതാണ് കേട്ടോ. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സോപ്പ് എടുത്ത് കഴിഞ്ഞാൽ അതിലൊരു ടിക്കറ്റ് ഉണ്ടാവും, എന്നുവെച്ചൊരു കാർഡ്. ആ കാർഡ് കിട്ടുന്നവർക്കാണ് ഈ സമ്മാനം ഉള്ളത്. അങ്ങനെ ഞങ്ങൾ സോപ്പ് കുറേ എടുത്തിട്ടുണ്ടായിരുന്നു. 10 ഉറുപ്പിയുടെ സോപ്പ് അങ്ങനെ കിട്ടിയതാണ് കേട്ടോ. ഇത് കുറേ കൊല്ലമായി കിട്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ എടുത്തിപ്പോൾ അടുക്കളയ്ക്ക് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പുതിയ പേരയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് വാപ്പ മേടിച്ചതാണ് തോന്നുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അറിയില്ല. നമ്മൾ ജ്യൂസിൻ്റെ ചണ്ടി വേറെ വരും, അതേപോലെ ജ്യൂസ് വേറെ വരും, അങ്ങനത്തെ രീതിക്കുള്ള കേട്ടോ. ഇനി ചണ്ടി എന്ന് പറയാറില്ലെങ്കിൽ വേസ്റ്റ്. ഓക്കെ. പിന്നെ വാപ്പ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ വാപ്പ എടുത്തു വെച്ച സാധനങ്ങളാണ്. ഫാൻസ് ഉണ്ടായിരുന്നു, അതേമാതിരി ഇന്നലെ ഒരു ഫാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് തോന്നുന്നു അതിൻ്റെ ഉള്ളിൽ വെക്കുന്ന പുറത്ത് വെക്കുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, ഈ ഒരു സാധനം ഇത് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇത് ഇനി എന്തിൻ്റെ എന്നറിയില്ല. ഇതൊക്കെ ഞങ്ങൾ ഇപ്പോഴാദ്യമായിട്ട് കാണാൻ മാതിരി, കാരണം ഇതൊന്നും ഓർമ്മയില്ല, ഉണ്ടോ ഇല്ലേ എന്നൊന്നും ഒരു ഓർമ്മയില്ല. അങ്ങനെ കുറേ വള്ളിയും വേറും കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. അതിലിങ്ങനെ ആവശ്യമുള്ളത് നമ്മൾ ഫോട്ടോ എടുത്ത് ഇങ്ങനെ വിളിച്ചു ചോദിക്കും, ഇത് വേണോ ഇത് വേണോ. ഇനിയിപ്പോൾ ആവശ്യമുണ്ടോ അറിയില്ലല്ലോ. ഇത് കാണുന്നത് ഫുള്ള് ലേറ്റാണ്. അത് തുടച്ച് ക്ലീൻ ചെയ്തിട്ടൊക്കെ വേണം ഇനി എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൽ നിന്നും ഒരു വയറ് ഉമ്മക്ക് എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉമ്മ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മളുടെ ആ ഒരു വള്ളിയും വയറും വെച്ചിരുന്ന ആ ഒരു പെട്ടി. പിന്നെ രണ്ടാമത് അതിൽ ആവശ്യമില്ലാത്തതൊക്കെ പുറത്തേക്ക് എടുത്തിട്ട് ആവശ്യമുള്ള മാത്രം അതിൽ വെച്ചിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ വാപ്പ ആവശ്യമില്ലാന്ന് പറഞ്ഞതാണ് എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വാപ്പ മീൻ പിടിക്കാൻ പോയിരുന്ന ഒരാളാണ്. കടലിലേക്കൊക്കെ മീൻ പിടിക്കാൻ ഒരാഴ്ചയൊക്കെ പോയിരുന്ന ആളാണ് കേട്ടോ. അപ്പോൾ അല്ലാതെ സാധാരണ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ അതിൽ ഫ്രോഗ് ഉണ്ടാവില്ലേ, ഈ മീൻ കഴിക്കാൻ വേണ്ടി വരുന്ന ഫ്രോഗ്, അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ്. അപ്പോൾ അതായിരുന്നു കേട്ടോ. അത് ഇപ്പം നേരത്തെ എടുത്തുകൊണ്ട് പോയില്ലേ, അത് ഈ വെള്ളം കോരുന്ന സംഭവമാണ്. ഇത് സെല്ലോൻ്റെ എനിക്ക് കഴിഞ്ഞ അതിൻ്റെ മുന്നത്തെ കൊല്ലം കിട്ടിയതാണ്. ഈ ഒരു ഡിന്നർ സെറ്റ് ഫുള്ള് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി കാണിക്കുന്നതും ഒക്കെ ഞങ്ങൾക്ക് കിട്ടിയതാണ് കേട്ടോ. ഈ ഗ്ലാസ് ആർക്കാ കിട്ടിക്കണമെന്ന് ഓർമ്മയില്ല. 1 2 3 6 ടൈപ്സ് ഉണ്ട് കേട്ടോ. 6 എണ്ണം ഉണ്ട്. പിന്നെ ഉള്ളത് ഈ ഒരു ഇതാണ്. ഇത് ആച്ചൂന് അങ്ങാണ്ട കിട്ടി തോന്നുന്നു. ഫസ്റ്റ് ആയിരുന്നു ക്ലാസ്സിൽ, അപ്പോൾ അതിന് അങ്ങാണ്ട കിട്ടി തോന്നുന്നുണ്ട്. ഇതിൻ്റെ ചെറുതായിട്ട് നമുക്ക് ചെറിയൊരു ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ട് അത് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരിതാണ്. പിന്നെ ഇത് ആച്ചൂനാണോ എനിക്കാണോ എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഈ ഒരു ജാറുണ്ട് നേരത്തെ കണ്ട്, അതും ആച്ചൂന് ഞാൻ കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇത് കിട്ടിയതൊന്നല്ല, ബേഡ്സാണ്. ഇത് കഴിഞ്ഞെല്ലാം കിട്ടിയ പാത്രമാണ്. അപ്പോൾ അങ്ങനത്തെ 3 എണ്ണം 2 എണ്ണം ഉണ്ടായിരുന്നു. പിന്നെ ഈ 3 എണ്ണം എനിക്ക് കിട്ടിയതാണ് കേട്ടോ. ഈ ഫസ്റ്റ് കണ്ട ഈ ഒരു 3 എണ്ണം ഇത് എനിക്ക് കിട്ടിയതാണ്. ഈ 3 എണ്ണം എനിക്ക് കിട്ടിയതാണ്. അത് എന്തോ പരിപാടിക്കൊക്കെ പങ്കെടുത്തപ്പോൾ കിട്ടിയതാണ്. പിന്നെ ആ കണ്ട സ്പൂൺസ് ഉണ്ടല്ലോ, അത് ഉമ്മ മേടിച്ചതാണ്. അങ്ങനെ കുറേ സാധനങ്ങൾ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ കണ്ട ആ ഒരു ബോളും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് എനിക്ക് കിട്ടിയ പൊതുപരീക്ഷയ്ക്ക് എനിക്ക് ടോപ്പ് ക്ലാസ് ആയിരുന്നു. ആ ടൈമിൽ കിട്ടിയ സാധനങ്ങളാണ്. പിന്നെ ഇപ്പോൾ കൊണ്ടുപോയി വെച്ചത് അത് എനിക്ക് 3ാം ക്ലാസ്സിനോ 2ാം ക്ലാസ്സിനോ അങ്ങാണ്ട് സെൻറ്റ് മാർക്കം എന്ന് പറഞ്ഞ ബുക്കിൽ ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനും കിട്ടിയതാണ് കേട്ടോ ഇത്. പിന്നെ ഇതൊക്കെ ഇതിൽ ഇതൊക്കെ ഞങ്ങൾക്ക് കിട്ടിയതാണ് ടോട്ടലി. അതിൽ കുറേ ഉണ്ട്, പിന്നീടുള്ളത് കുറേ ഉണ്ട് എനിക്ക്. പിന്നെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കാൻ പോകുന്നത് ഈ ചെറിയ ഫോട്ടോ, അതെനിക്ക് LKG ഫസ്റ്റ് ആയിട്ട് കിട്ടിയതാണ്. ഫസ്റ്റ് പ്രൈസായിരുന്നു എനിക്ക് സ്കൂളിൽ. LKG അക്കത്തിലും ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് അങ്ങനത്തെ കുട്ടികൾക്ക് ഒരു ഫോട്ടോ വെച്ചിട്ട് പേര് എഴുതിയിട്ട് കൊടുക്കുമായിരുന്നു. അതിന് ഫോട്ടോയിലും ഫസ്റ്റ് എന്നൊക്കെ ഫുൾ മാർക്ക് എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കീറിപ്പോയി, പകുതി കീറിയിട്ടുണ്ടായിരുന്നു. അത് ഒട്ടിക്കാൻ പറ്റുമായിരുന്നു, പക്ഷെ ആരും അത് എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ കുറച്ചൊക്കെ അൽത്താഫിനും ആച്ചൂനൊക്കെ ആയിട്ട് കിട്ടിയത് തന്നെയാണ് കേട്ടോ. ഇത് ഇന്നുവിനും കിട്ടിയിട്ടുണ്ട്, പിന്നെ എനിക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പൊട്ടുന്നതും നല്ലതൊക്കെ ആയതുകൊണ്ട് തന്നെ ഇവിടെ വെച്ചിട്ട് ചതൽ തിന്നാണ്. നമ്മളത് പിന്നീടാണ് കാണുമ്പോൾ മനസ്സിലാവുന്നത്. അപ്പോൾ ഫുള്ള് ഇതാണ് റേഞ്ചിൽ നിന്ന് കിട്ടിയതൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ ഇതാണ് മരമായതുകൊണ്ട് പൊട്ടി
അത് തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു സദല. അപ്പോൾ അതെടുത്തിട്ട് വേഗം എന്താ ഒരു കാർബോർഡിലാക്കിയിട്ട് വേഗം അത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് എത്തിയപ്പോൾ പിന്നെ അതങ്ങനെ ഇടാൻ തുടത്തി. കാരണം അത് നേരെ വെച്ചിട്ട് ഇതായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഇത് വെച്ചിട്ട് വീണ്ടും ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും കാണണം കേട്ടോ. നിങ്ങൾ കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് കാണുന്നവരാണെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്ത് പോവുക കേട്ടോ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ആണ് കേട്ടോ. ഇത് ഇന്നലത്തെ വീഡിയോ ആയിരുന്നു. അങ്ങനെ ഇന്ന് സപ്ലൈക്കോയിൽ പോയി പഞ്ചസാര ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ അത് നമുക്ക് ചെറിയ വില കൊടുത്തിട്ട് നമുക്ക് പഞ്ചസാര കിട്ടും. അത് നമ്മൾ സാധാ കടയിൽ കൊടുക്കുന്ന വില വേണ്ട. അങ്ങനെ പഞ്ചസാരയും പിന്നെ അതേമാതിരി നമ്മൾ റേഷൻ കാർഡും വേണം, അതിനനുസരിച്ചിട്ടുള്ള ആൾ വേണം. 2 റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ 2 ആൾ, അങ്ങനെയായിരുന്നു. അപ്പോൾ അതും പിന്നെ ചായപ്പൊടിയും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഇടയിൽ കുറച്ച് ടൈം വൈകിയിട്ടാണ് ഇത് വെച്ചിട്ട് ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ക്ലിയർ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കുറച്ച് ടൈം എടുത്തു റെഡി ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെ റെഡി ആയിട്ട് പിന്നെ ഞങ്ങൾ യാസ പെട്രോൾ അടിക്കാനുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഒന്നും വീഡിയോ പിക്ക് എടുത്തിട്ടുണ്ടായില്ല. അങ്ങനെ പെട്രോൾ അടിച്ച് യാസിനായിട്ട് കുറച്ച് നേരമായിട്ട് കറങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കറങ്ങാൻ പോയത് പാലോട്ട് കൂടെ. അങ്ങനെ അവിടെ ഫുള്ള് കാടും ഒക്കെ ആയതുകൊണ്ട് തന്നെ പാലോട്ട് കൂടിയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. എല്ലാവരും വീഡിയോ ഒക്കെ കാണുന്നുണ്ട്, പക്ഷെ അതിനനുസരിച്ചുള്ള ലൈക്ക് ഇടുന്നില്ല. ഇഷ്ടപ്പെട്ടവരൊന്ന് എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടാം കേട്ടോ. ഇതിനെ പോയിട്ട് കാണുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്, എൻ്റെ ക്ലാസ്സിലെ കുട്ടിയുടെ വീടാണ്. പിന്നെ ഇതിൽ കുറേ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീടുകളുണ്ട് കേട്ടോ ഇതിനൊക്കെ. പക്ഷേ ഇതിന് മുന്നെയാണ് അവളുടെ വീടുകളൊന്നും അവിടുത്തൊന്നും ക്ലിപ്പ് കിട്ടിയിട്ടുണ്ടായില്ല. അതാണ് ഫസ്റ്റ് പ്രശ്നം. അങ്ങനെ ഇതൊക്കെ കംപ്ലീറ്റ് യാസിത് ഇങ്ങനെ ഇരുന്ന് കണ്ടിട്ട് ടാറ്റു കൊടുക്കുക, അതേമാതിരി ഒച്ചെടുത്ത് സംസാരിക്കുക, അതൊക്കെയായിരുന്നു. അവനക്ക് ഇങ്ങനെ റൈഡ് പോകും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് പതുക്കെ ആണ് പോകുന്നത്. അവനക്ക് റൈഡ് പോകുന്നതെന്ന് വെച്ചാൽ ജീവനാണ്. അവനക്ക് പുറത്തേക്ക് പോകുന്നതാണ് അവനക്ക് ഏറ്റവും വലിയൊരു ഹാപ്പിനെസ് ഈ ടൈമിൽ. അല്ലെങ്കിൽ അവന് ആ ഒരു ടൈം പുറത്തേക്ക് പോയി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവൻ ഭയങ്കരമായിട്ട് ആക്റ്റീവാകും. അപ്പോൾ അവനിങ്ങനെ പുറത്തേക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ഡെസ്പായിട്ടായിരിക്കും അവനിരിക്കുക. പിന്നെ ഇവിടെ കുറച്ചങ്ങോട്ട് പോയിട്ട് ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് തന്നെ ഉണ്ട്, വലിയൊരു ഗ്രൗണ്ട്. അപ്പോൾ ഇവിടം വരെ അധികം ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. ഇതിനപ്പുറം കുറേ ആൾക്കാർ ഇന്ന് ആ ഗ്രൗണ്ടിൻ്റെ ആ ഒരു ഭാഗം ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഗൈസ്. പിന്നെ നമുക്ക് പിന്നീടും വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ വരുന്നവരെല്ലാവരും വെയിറ്റ് ചെയ്യണം. നാളെ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. ബൈ.